ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ എത്ര മറക്കാനായിട്ട് ശ്രമിച്ചാലും മറക്കാനായിട്ട് സാധിക്കുന്നില്ല. എപ്പോഴും അവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്താണ് ഇത്രത്തോളം ഈ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് തോന്നുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. എന്താണ് നിങ്ങളോട് ഈ ഒരു പേഴ്സണ് ഉള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സനെ മറക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു, ആ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മറക്കാനായിട്ട് പറ്റുന്നില്ല, അവരുടെ ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറാനായിട്ട് സാധിക്കുന്നില്ല. എന്ത് അറ്റാച്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് കഴിയാത്തത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളെ പേഴ്സൺ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിറ്റുവേഷനും നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഈ ഒരു വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ലാത്ത അവസ്ഥയുണ്ട്, അതെന്തുകൊണ്ടാണ്? എപ്പോഴും അവരുടെ ഒരു ഓർമ്മകളിൽ തന്നെയാണ് നിങ്ങൾ ഉള്ളത് എന്നാണ് കാണുന്നത്. മറക്കാനായിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുന്നു, പക്ഷെ അപ്പോഴൊന്നും അതിൽ നിന്ന് വിട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ എത്ര മറക്കാനായിട്ട് ശ്രമിച്ചാലും അവരിൽ നിന്ന് മാറിപ്പോകാനോ വിട്ടുപോകാനോ അവരെ ഉപേക്ഷിച്ചു പോകാനോ ഒന്നും പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു റിലേഷൻ എന്താണ് നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 7 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളോട് പറയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാകാം. അത് സത്യവുമാണ് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഒരു ഫീലിങ്സും അവർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല. അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്നൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ചിലർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലർക്ക് നല്ല കൂടുതൽ ആളുകൾക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ടാണ് കൂടുതൽ ആളുകൾക്ക് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ കൂടുതൽ ആളുകൾക്കും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ്, കൂടുതലാണ് ഞാൻ പറയുന്നത്. കുറച്ച് ആളുകൾ സാധാരണ രീതിയിൽ സിംഗിൾ എന്ന രീതിയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഈ ഒരു സമയത്ത് നിങ്ങൾ വേദനിക്കുന്നു, അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവോയ്ഡ് ചെയ്ത് പോകുമ്പോഴൊക്കെ നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സന്റെ ഒരു ബിഹേവിയർ കാണുമ്പോൾ നിങ്ങളോടുള്ള മനഃപൂർവ്വമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തുകയും നിങ്ങളെ അവഗണിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നതായിട്ടൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചില സമയത്ത് നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങളോട് നല്ല സ്നേഹത്തിലായിരിക്കും. അത് കഴിഞ്ഞാൽ ഒന്ന് അകന്ന് നിൽക്കും, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പിന്നീട് അവര് മഷയിട്ട് നോക്കിയാൽ കാണത്തില്ലാത്ത രീതിയിൽ മുങ്ങുകയാണ്. ആ തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന തരത്തിൽ അവര് സംസാരിക്കും. പലപ്പോഴും വേണമെന്ന് വെച്ച് വേദനിപ്പിക്കുന്ന തരത്തിൽ പോലും പലതും പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഒട്ടും ഹോപ്പ് ഇല്ലാത്ത സമയത്ത്, അതായത് നിങ്ങളെ ഇങ്ങനെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുകയും ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല എന്നൊരു രീതിയിൽ, ഇനി ഇത് ഉപേക്ഷിച്ചേക്കാം എന്ന രീതിയിലൊക്കെ ഉള്ള മൈൻഡ് സെറ്റിൽ നിങ്ങളായിരിക്കുന്ന സമയത്ത്, ഒട്ടും ഹോപ്പില്ലാതെ നിൽക്കുന്ന സമയത്ത്, തീർത്ത് പോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി വളരെ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരും. അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത്
ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വളരെയധികം ഒരു സ്നേഹത്തോടെ ഈ വ്യക്തി കടന്നു വരും. അപ്പൊ നല്ല രീതിയിൽ അങ്ങനെ നിങ്ങൾ പോകും. അപ്പൊ നിങ്ങൾക്കും വളരെ സന്തോഷമാണ്, ആ ഒരു രീതിയിൽ പോകും. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ പിന്നെ ഒരു സൈലന്റ് ആയിട്ട് പോകുന്ന ഒരവസ്ഥ. അത്തരത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഗതി പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളെ ഇങ്ങനെ അവഗണിച്ചിട്ട് പോകുമ്പോൾ നിങ്ങളെ വളരെയധികം വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. എങ്കിലും അവരെ വിട്ട് കളയാനായിട്ടോ തീർത്തും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോകാനായിട്ടോ നിങ്ങൾക്ക് പറ്റുന്നില്ല. പലപ്പോഴും നിങ്ങളും ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായി ഒരു മാരേജ് ചെയ്ത് ജീവിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം എന്ന് കാണുന്നുണ്ട്. കാരണം അവര് ഒരു പ്രോമിസസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ അവര് പല വിധത്തിലുള്ള പ്രോമിസസുകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. മാരേജ് നമുക്ക് നടത്താം, അല്ലെങ്കിൽ ഈ രീതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞു പല പ്രോമിസസും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അപ്പം സന്തോഷത്തോടെ ഇങ്ങനെ അവർ വരുമ്പോൾ നിങ്ങൾ ആ ഒരു ഡ്രീംസ് ഒക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോമിസുകളും ഡ്രീംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ മാരേജ് ചെയ്ത് ഇവരുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആ ഒരു ഡ്രീംസ് ഒക്കെ നടക്കുമെന്ന് നിങ്ങൾ കരുതും. അങ്ങനെ കരുതി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകും. അങ്ങനെ കുറച്ച് കഴിയുമ്പം ആ ഒരു രീതിയിൽ തന്നെയാണ്, അതായത് അവർ വരുന്നു, നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകൾ നൽകുന്നു, അതിനുശേഷം അവർ പോകുന്നു, പിന്നീടും അവർ വരുന്നു. ഈ ഒരു സർക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ലൂപ്പിൽപ്പെട്ട് നിങ്ങൾ ശരിക്കും ഒരു മടുത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഈ വ്യക്തിക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് ഒരു നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജ് ലൈഫ്, നിങ്ങളുമായിട്ടൊരു ലൈഫ് അവർ സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതിനർത്ഥം അവരുടെ ലൈഫിൽ വേറെയും ഒരു പ്രയോറിറ്റീസ് ഉണ്ട് എന്നാണ്. ചിലപ്പോൾ അതൊരു ഫാമിലി ആയിരിക്കാം, അതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതൊരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം അവർക്ക് ഫാമിലിയിൽ. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ മുൻഗണന നൽകേണ്ട ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയെ പേടിക്കുന്നവരെ ഒത്തിരി ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ ആളുകളും നിങ്ങളുടെ പേഴ്സൺ ഒരു മാരീഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്കൊരു ഫാമിലി ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അവർ സൊസൈറ്റിയെ പേടിക്കുന്നത് എന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഫാമിലിയുടെ ബേർഡൻസ് അവരുടെ മേലുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ ആളുകൾക്കും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്കാണ് അതൊരു പേരൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോബ്ലംസ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ കുറെ ആളുകൾക്ക് റിലീജിയൻ വേറെ ആയിരിക്കാം എന്ന് കാണുന്നുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകാനായിട്ട് പറ്റുമോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വഴിയുണ്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് സക്സസ് ആക്കി എടുക്കാൻ കഴിയുമോ എന്ന് അവർ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവരുടെയും ഒരു ഡ്രീംസ് തന്നെയാണ് നിങ്ങളോടൊപ്പം ഒരു ലൈഫ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് അവർ നിർബന്ധിതരാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അവരുടെ ഇഷ്ടം കൊണ്ടല്ല, പക്ഷെ അതിന് അവർ നിർബന്ധിക്കപ്പെടുകയാണ്. അവർക്കൊരു ഫാമിലി ഉണ്ട്, അതിന്റെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവര് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് അവരുടെ ഉള്ളിൽ ആ ഒരു മിസ് ഫീലിംഗ് ഉള്ളതായിട്ട് കാണുന്നു. അവരുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രമാണ് എന്ന് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പൊ ആത്മാർത്ഥമായ ഒരു സ്നേഹം അവരുടെ ലൈഫിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രമാണ്. പക്ഷെ എല്ലാ ഫീലിങ്സും അവര് നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്ന് തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റിലെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യവും. അവർ വളരെയധികം മിസ് ചെയ്യുന്നു എന്ന് പോലും നിങ്ങളോട് അവർ പറയുന്നില്ല. കാരണം അവർക്ക് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ കടമകൾ ഞാൻ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം എന്നെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫായിട്ട് വളരെയധികം ബിസിയാണ്, എന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ ഒരു ചിന്താഗതി. പക്ഷെ ശരിക്കും നിങ്ങൾ അറിയാതെ നിങ്ങളെ അവര് ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളെ നഷ്ടപ്പെടാനും ഇവര് ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ള ഒരു എനർജീസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളെ നഷ്ടപ്പെടാതെ പിടിച്ചു വയ്ക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവര് ഒരു ഫാമിലിയിൽ സ്റ്റക്കായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല, എന്നാൽ നിങ്ങളെ വിട്ട് കളയാനായിട്ടും പറ്റുന്നില്ല.
ആ ഒരു രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന പോലത്തെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ വളരെയധികം സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, അതൊന്നും അവർ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള എനർജീസാണ് നമുക്ക് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു, ശരിക്കും പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കും ഇതിൽ നിന്ന് വിട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല, അവർക്കും ഇതിൽ നിന്ന് വിട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഉള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവര് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ ഒരു ഫാമിലിയുടെ കാര്യത്തിൽ വരുമ്പോൾ അവർ സ്റ്റക്കായി നിൽക്കുന്നു. അല്ല, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളെ കാണാനും മീറ്റ് ചെയ്യാനും എല്ലാം ഇവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ട് എപ്പോഴും ടച്ച് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയൊക്കെ ആ ഒരു വളരെയധികം മിസ് ഫീൽ തോന്നി നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുന്ന സമയത്താണ് അവർ വളരെ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരുന്നത്. അതൊന്ന് സംസാരിച്ചു കഴിയുമ്പോൾ അവർ നോക്കി കഴിയുമ്പോൾ അവർ വീണ്ടും തിരിച്ചു പോകുന്നു. അത്തരത്തിലുള്ള ഒരു എനർജീസ് ആണ്. പലപ്പോഴും അവർക്ക് തോന്നാറുണ്ട് ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒന്ന് വിട്ടുമാറി നിങ്ങൾക്ക് വേണ്ടി വിട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാം വിട്ടു വരണമെന്ന് മനസ്സിൽ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഫാമിലിയുടെ കാര്യത്തിൽ അവർ നോക്കുമ്പോഴത്തേക്ക് അവർ നിസ്സഹായരായിത്തീരുന്നു, അല്ലെങ്കിൽ അവർക്ക് നിസ്സഹായരായി നിൽക്കാനേ കഴിയുന്നുള്ളൂ എന്നുള്ള എനർജിയാണ്. അപ്പൊ നിങ്ങളോട് പലപ്പോഴും ദേഷ്യം കാണിക്കുകയും സ്നേഹമില്ലാത്തതുപോലെ കാണിച്ച് നിങ്ങളെ ഒന്ന് അകറ്റി നിർത്തുകയും ഒക്കെയാണ് അവർ ശരിക്കും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാനായിട്ട് അവർക്ക് ഒരിക്കലും കഴിയില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു ഫാമിലി ഉണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് വന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൽ നല്ല കണക്ഷനുള്ള വ്യക്തികളാണ്. കുറച്ച് ആളുകൾക്ക് ഫ്യൂച്ചറിൽ ഒരു കമ്മിറ്റ്മെന്റ്സ് കിട്ടാനുള്ള എനർജീസ് ഒക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. വളരെ ചുരുക്കം ആളുകൾക്കാണ് അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ആ ഒരു ഫാമിലിയെ വിട്ടിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട്. ഇനി അവര് ചിലർക്കിത് അവര് ദൂരെ നിന്ന് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്നേഹം തന്നെയാണ് നിങ്ങളോടുള്ളത്, പക്ഷെ അവർ ദൂരത്ത് നിന്ന് നിങ്ങളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു എനർജീസ് തന്നെയാണ്, അത് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഉള്ള ഹോപ്പ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ആളുകൾക്ക് മാരേജിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അവർ ഫാമിലി ഉപേക്ഷിച്ച് മാരേജിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സിംഗിൾസ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ നല്ല സോൾമേറ്റ് കണക്ഷൻ ആണ് ഉള്ളത്. സാഹചര്യങ്ങളെല്ലാം മറികടന്ന എല്ലാ ഈ ഒരു റിലേഷൻഷിപ്പിനെ തടയുന്ന എല്ലാ സാഹചര്യങ്ങളും മറികടന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഗൈഡൻസ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുക എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് സെൽഫ് ലവ് ചെയ്തിട്ട് നല്ലൊരു പേഴ്സൺ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പേഴ്സണ് നിങ്ങളുടെ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ ചേസ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസ് മെസ്സേജ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ എക്സ്പെക്ടേഷൻസ് നിർത്തുക, കംപ്ലൈൻസ് പറയുന്നത് നിർത്തുക, ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, യു മേക്ക് മൈ ലൈഫ് എ ബ്യൂട്ടിഫുൾ തിങ്. അവരുടെ ലൈഫിനെ ഒരു മനോഹരമായി മാറ്റിയത് നിങ്ങളാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, യു മേക്ക് മീ സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് സ്റ്റാർട്ട് ലിസണിങ് ടു യു. ഓക്കെ, നിങ്ങളാണ് ഒത്തിരി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു സംസാരമൊക്കെ നിർത്തിയിട്ട് കേൾവിക്കാരനാക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രവിക്കാൻ ഒക്കെ നല്ല രീതിയിൽ ലിസണർ ആക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യു ആർ അബൌട്ട് മൈ ഒപ്പീനിയൻ ആൻഡ് വി മേക്ക് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ടുഗദർ. ഓക്കെ, അവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നില്ല. ഈ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അവർക്കൊരു
ഡിസിഷൻ എടുക്കാൻ എപ്പോഴും അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു ഡിസിഷൻസ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഓർക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, യു ഹാവ് ടോട്ട് മീ ഹൗ ടു കീപ് മൈ പ്രോമിസസ് വിത്ത് ഓൾ മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രോമിസസ് ഒക്കെ നിങ്ങൾ നിറവേറ്റിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് എങ്ങനെയാണ് ഒരു പ്രോമിസസ് നിറവേറ്റേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് നിങ്ങൾ എന്ന വ്യക്തിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഈ ഒരു പേഴ്സൺ. ഓക്കെ, യു ഗീവ് മീ സം പേഴ്സണൽ സ്പേസ് വെൻ ഐ നീഡ് ഇറ്റ്. ഓക്കെ, ഒരു കുറച്ച് ആളുകൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു, എപ്പോഴൊക്കെയാണോ അവർക്ക് ആവശ്യം. അതായത് അവർ തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഒരു ടച്ച് ഇല്ലാതെ പോകുന്ന സമയത്തൊക്കെ അവർ പോയിട്ട് വരട്ടെ, അവർക്ക് ഒരു സ്പേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് നിങ്ങളോട് പറയുകയാണ് അവർ. ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. ഓക്കെ, അവർക്ക് സ്നേഹം എന്താണ് എന്നറിഞ്ഞത് നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ശേഷമാണ് എന്നാണ് അവർ നിങ്ങളോട് പറഞ്ഞത്. യു നോ മീ സോ വെൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്. ഓക്കെ, നിനക്ക് എന്നെ അറിയാം, എൻ്റെ മനസ്സിലുള്ളതും അതുപോലെ ഞാൻ പുറത്ത് കാണിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് അവർ വിചാരിക്കുന്നു. ഓക്കെ, യു ഹാവ് ടോട്ട് മീ ദ ട്രൂ മീനിങ് ഓഫ് ലവ്. ഓക്കെ, നിങ്ങളാണ് യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്ത ഒരാൾ എന്ന് ഈ ഒരു വ്യക്തി ഈ സമയത്ത് പറയുകയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, യെസ് പോസിബിൾ, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് ക്ലൂ. 1990 ആണ് ഒരു വർഷം കിട്ടിയിട്ടുള്ളത്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. പോലീസ് എന്ന് പറയുന്ന ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 1986 പെറ്റ് ലവേഴ്സ്, ലെറ്റർ ടി, വൈറ്റ് കളർ, എൻകറേജസ് യു, ക്രിക്കറ്റ്, 1982 Press on vehicles, music, 49, number 32, you can trust. Okay, black color, letter C, honest, 1999 government service, number 25, number 9, ice cream lover, chocolate lover, number 10, number 52, 222 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പറാണ് കിട്ടുന്നത്. റോസ് കളർ, number 22, 1984, 1977, number 39, letter A, purple color, hearing issues, crazy, number 8, next month, 2023, letter J, flowers, April, true love, 1995. ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.